ഇതിനകത്ത് കയറി നോക്കിയാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെയാണ് ഇതിനകത്ത് നിർമ്മാണം ചെയ്തത്. ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ MLAയുടെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന. പുതിയ പാലം വന്നാൽ അതിൻ്റെ ഇതിൽ കൂടാണ് പുതിയ പാലം വരികയും അതിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ വരേണ്ടത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ. നമസ്കാരം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂരാണ് ഞാനിപ്പോൾ ഉള്ളത്. കുന്നത്തൂർ പാലത്തിന് സമീപം ഒരു ബിൽഡിംഗ് കഴിഞ്ഞ കുറച്ച് ദിവസമായി ബിൽഡിങ്ങിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം BJPയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കാരണം കുന്നത്തൂർ പാലത്തിന്റെ നിർമ്മാണം അല്ലെങ്കിൽ അതിന്റെ ഒരു പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ ഈ ഒരു ബിൽഡിംഗ് ഇവിടെ ഉയർന്നു വരുന്നത് തീർത്തും അശാസ്ത്രീയമാണ്. അപകടകരമായ രീതിയിലാണ് പാലം ഇപ്പോൾ തന്നെ സ്ഥിതി ചെയ്യുന്നത്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങിന്റെ ആവശ്യം എന്താണ്, ആരാണ് ഈ ബിൽഡിങ്ങിന്റെ ഉത്തരവാദികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കുന്നത്. ഇന്നലെ BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് അന്വേഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ ഇത് യാതൊരുവിധ വിവരങ്ങളും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇതിന്റെ ഫണ്ടിങ് എങ്ങനെയാണ്? ഫണ്ടിങ് ഇന്നത്തെ പത്രം കണ്ട രീതി മനസ്സിലാക്കിയത് ഈ ഓപ്പൺ എയർ ഓഡിറ്റോറിയം നിർമ്മിക്കാൻ MLAയുടെ ഫണ്ടിൽ നിന്നും 30 ലക്ഷം രൂപ അനുവദിച്ചതായി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്ന വാർത്തയാണ് ഞങ്ങൾക്ക് ആകെ അറിയാവുന്ന ഇതിൻ്റെ ഫണ്ടുമായി ബന്ധപ്പെട്ട ഒരു വിവരം. ഇതിനകത്ത് കയറി നോക്കിയാൽ ഈ ഓഡിറ്റോറിയത്തിനകത്ത് 2 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂമും ഉൾപ്പെടെയാണ് ഇതിനകത്ത് നിർമ്മാണം ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനു വേണ്ടി? 2 ബെഡ്റൂം നിങ്ങൾക്ക് അകത്ത് കയറി നോക്കിയാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ഓഡിറ്റോറിയത്തിന് 2 ബെഡ്റൂമിൻ്റെ ആവശ്യമില്ല, 2 അറ്റാച്ച്ഡ് ബാത്റൂം. ഇത് ടെൻഡർ നടന്നതായിട്ട് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇതിൻ്റെ പിന്നിൽ ആരൊക്കെയോ നല്ല ശക്തമായ ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നല്ല അഴിമതി നടന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമ്മുടെ ഈ പാലത്തിന്റെ നിർമ്മാണവുമായിട്ട് വരുമ്പോൾ ഈ കെട്ടിടം വീണ്ടും പൊളിച്ചു മാറ്റേണ്ട സാധ്യത തീർച്ചയായും ഈ കെട്ടിടം പൊളിച്ച് മാറ്റിയേ പറ്റൂ. ഒരു വർഷത്തിനകം പാലത്തിൻ്റെ പണി നടക്കാൻ പോവുകയാണ്. 30 ലക്ഷം രൂപ വെറുതെ കൊണ്ട് നാട്ടുകാരുടെ നികുതിപ്പണം ഉപയോഗിച്ച്, MLAയുടെ ഫണ്ടാണെങ്കിലും നികുതിപ്പണം ഉപയോഗിച്ച് പണിയുന്ന കെട്ടിടം അശാസ്ത്രീയമാണ്. ഈ പണി നിർത്തിവെക്കണം. ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതിൻ്റെ പണികൾ വെൽഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ ഒരു പരിപാടി അവർ ദ്രുതഗതിയിൽ ഈ പണി എത്രയും പെട്ടെന്ന് നടത്തി ഈ പൈസ അടിച്ചു മാറ്റാനുള്ള ഒരു പരിപാടിയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്തോളം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടി. BJPയുടെ ശക്തമായ പ്രതിഷേധം ഇതിൻ്റെ പിന്നിൽ വരും കാലങ്ങളിൽ ഉണ്ടാകും. ഇനി അടുത്ത പഞ്ചായത്തിലൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പഞ്ചായത്തിൽ അറിഞ്ഞിട്ടില്ല, PWD അറിഞ്ഞിട്ടില്ല, റവന്യൂ അറിഞ്ഞിട്ടില്ല, ആരും അറിഞ്ഞിട്ടില്ല. എങ്ങനെ ഈ സ്ഥലം അവർ കയ്യേറി? ഇതാണ് ഞങ്ങൾക്ക് നാട്ടുകാർക്കെന്നുള്ള രീതിയിലും പാർട്ടി പ്രവർത്തനം എന്നുള്ള രീതിയിലും ഞങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം. അതുകൊണ്ട് ഈ നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ച് ഇതിൻ്റെ സത്യസന്ധമായ വസ്തുത ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത വാർഡ് മെമ്പർക്കും പഞ്ചായത്തും കൊണ്ട് ആ ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്. കുന്നത്തൂർ പാലം ഏകദേശം 68 വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ പുനർനിർമ്മാണങ്ങൾ ദ്രുതഗതിയിൽ നടത്താനിരിക്കെയാണ് ഇത്തരത്തിലൊരു കെട്ടിടം ഇവിടെ നടക്കുന്നത്. ഓപ്പൺ എയർ ഓഡിറ്റോറിയം എന്നാണ് പറയുന്നത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടയിൽ തന്നെ ഈ ഓഡിറ്റോറിയത്തിനകത്ത് 2 ബെഡ്റൂം അടക്കമുള്ള അറ്റാച്ച്ഡ് ബാത്റൂം അടക്കമുള്ള സൗകര്യങ്ങളുണ്ടെന്നും ഇവർ ആരോപിക്കുന്നു. ഏകദേശം 68 വർഷത്തോളം പഴക്കമുണ്ട് ഈ പാലത്തിന്. ഇതിൻ്റെ കൂടുള്ള പല പാലങ്ങളും പൊളിച്ച് പുതിയ പാലം വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പാലം എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഗവൺമെൻറ് തലത്തിൽ തന്നെ അതിൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് മണ്ണ് പരിശോധന ഉൾപ്പെടെ 2 സൈഡിലും നടത്തി. അത് പോയിട്ടിപ്പം ഏകദേശം 3 മാസത്തോളം ആയിട്ടുണ്ട്. ഇനി പുതിയ കെട്ടിടം ഇളവി വീടുന്നുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വലിയ വണ്ടി പോകുമ്പോൾ തന്നെ ഇളവി വീടുന്നുണ്ട്. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് പാലം പണിയണം എന്നുള്ള ഉദ്ദേശം ഗവൺമെൻറ്റിനും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിനും ഉള്ളതിൻ്റെ പുറത്താണ് മണ്ണ് പരിശോധന ഉൾപ്പെടെ നടന്ന് കഴിഞ്ഞത്. ആ സാഹചര്യത്തിലാണ് നമ്മുടെ ഓപ്പൺ എയർ ഓഡിറ്റോറിയം ദ്രുതഗതിയിൽ ഇപ്പോൾ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് പണിയുന്നത്. പുതിയ പാലം വന്നാൽ അതിൻ്റെ മുകളിൽ കൂടാണ് പുതിയ പാലം വരികയും അതിൻ്റെ അപ്രോച്ച് റോഡ് ഉൾപ്പെടെ വരേണ്ടത് ഈ പുതിയ കെട്ടിടത്തിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് എന്ത് ഉദ്ദേശത്തിലാണ് പുതിയ കെട്ടിടവും ഈ പാലത്തിൻ്റെ സ്ഥിതിയെല്ലാം ബോധ്യപ്പെട്ടിട്ട് MLAയും വാർഡ് മെമ്പർ ഉൾപ്പെടെ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് നമുക്കറിയത്തില്ല. അവർ തമ്മിൽ ചേർന്നാണോ ടെൻഡർ നടത്തിയാണോ PWD ആണ് ഈ നിർമ്മാണം നടത്തുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പാലത്തിൻ്റെ പണിയും ഈ കെട്ടിടം നിർമ്മാണം നിർത്തിവെക്കാനുള്ള ഒരു ഏർപ്പാടും ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ
സൂചിപ്പിക്കണം. 4 വർഷമായിട്ട് നമ്മളിവിടെ വന്ന് ഇങ്ങനെ റെസ്റ്റ് എടുക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഈ ഇവിടുന്ന് സെൻട്രിൽ നിന്നാണെങ്കിൽ ഇങ്ങനെ ഓരോ മെറ്റിൽ കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ ഇളകി വീണുകൊണ്ടിരിക്കും. ഇതുവഴി പാസ് ചെയ്യുന്നതാണല്ലേ? പാസ് ചെയ്യുന്നതാണ്. ഒരു തവണ എന്റെ തോളിലും വന്ന് വീണയാണ്. വലിയ കട്ടയായിട്ട് വലിയ തോളിലും വന്ന് വീണയാണ്. വലിയ ടൂറിസ്റ്റ് ബസ്സുകൾ വലിയ വാഹനങ്ങൾ പോകുമ്പോഴാണ് കുലുക്കം സംഭവിച്ചത്. നടന്നു പോകും. ഏതായാലും ഏത് രീതിയിലാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ധൃതി പിടിച്ചൊരു നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതിന്റെ ആവശ്യകത അന്വേഷിക്കുന്നു. അല്ലെങ്കിൽ പഞ്ചായത്ത് അധികൃതരോ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ ആരും തന്നെ ഇത്തരത്തിലുള്ളൊരു കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല എന്ന് കൂടി പറയുന്നു. ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ തെളിയിക്കേണ്ടത് അധികാരികളാണ്. ക്യാമറമാൻ അഗ്നി ജുവലിനൊപ്പം ബില്ലുവനിക്സൺ.